ഈ മേഖലയിൽ തിരച്ചിൽ ആരംഭിച്ചിരിക്കുന്നു. ഈശ്വർ മാൽപ്പെ ഈ നദിയുടെ ആഴങ്ങളിൽ ഏകദേശം ഇന്നലെ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ 40 അടി താഴ്ചയിലേക്ക് തന്നെ ഈ കാര്യങ്ങൾ മനസ്സിലാവുന്ന തരത്തിൽ ഗംഗാവലി പുഴയിൽ ഇപ്പോൾ ഈശ്വർ മാൽപ്പയുടെ സാന്നിധ്യമുള്ള സ്ഥലത്ത് അവിടെ ഓക്സിജൻ സിലിണ്ടറിൽ നിന്ന് കുമിളകൾ വരുന്ന ഭാഗത്താണ് ഇപ്പോൾ ആ ലൊക്കേഷൻ പ്രേക്ഷകർക്ക് കാണാവുന്നത്. ആ സ്ഥലത്താണ് ഈശ്വർ മാൽപ്പെ ഇപ്പോൾ മുങ്ങാങ്കുഴിയിട്ട് ഇപ്പോൾ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ദൃശ്യങ്ങൾ കൂടി നമ്മൾ പ്രത്യേകം അടയാളപ്പെടുത്തി പ്രേക്ഷകരെ കാണിക്കുന്നുണ്ട്. ലോകമെമ്പാടും ഇരുന്ന് ഈ റിപ്പോർട്ടർ ടിവിയിലൂടെ അർജുൻ്റെ തിരച്ചിൽ ഷിരൂർ ദൗത്യത്തിലെ ഏറ്റവും നിർണായകമായ നിമിഷം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ആ ദൃശ്യങ്ങൾ ഏറ്റവും വ്യക്തമാവുന്ന രീതിയിലാണ് നമ്മളത് നൽകുന്നത്. ഡീസലിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയ ജാക്കി നേരത്തെ കണ്ടെത്തിയ അതേ സ്ഥലത്താണ് ഇപ്പോൾ തിരച്ചിൽ നടത്തുന്നത്. ഇപ്പോൾ ആ സ്ഥലത്ത് ഈശ്വർ മാൽപ്പെ ഈ ലൊക്കേഷൻ്റെ തൊട്ട് താഴെ 30-40 അടിയോളം താഴെ എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ നിന്നും ഇപ്പോൾ തിരച്ചിൽ നടത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള അണ്ടർ വാച്ച് ടോർച്ച് ഉപയോഗിച്ചുകൊണ്ട് ലോറിയുടെ സാന്നിധ്യം അവിടെ സ്ഥിരീകരിക്കുക എന്നതാണ്. ഒരുപക്ഷെ ഇത്രത്തോളം ഒരു മലയാളിക്ക് വേണ്ടി, ഒരു മനുഷ്യനു വേണ്ടി മലയാള സമൂഹം കാത്തിരുന്നിട്ടുണ്ടാവില്ല. ഇത്രയുമധികം എയർ ടൈം ചാനലുകൾ ഉപയോഗിച്ചിട്ടുണ്ടാവില്ല. ഇത്രയുമധികം ഉദ്വേഗജനകമായി ഒരു കുടുംബാംഗങ്ങൾ മുഴുവനും ഒരുമിച്ച് ടെലിവിഷൻ സ്ക്രീനിന് മുന്നിൽ എത്തിയിട്ടുണ്ടാവില്ല. ഒരു പ്രാർത്ഥനയോടുകൂടിയാണ് അർജുൻ്റെ കാര്യത്തിൽ ഒരു വിവരം അറിയണം. അർജുൻ്റെ ചേതനയറ്റ ശരീരമാണെങ്കിലും അർജുനെ തിരികെ കൊണ്ടുവരുമ്പോൾ ഒരു ഉത്തരം കിട്ടുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. തീർച്ചയായും 30 ദിവസം കഴിയുമ്പോൾ വലിയ പ്രതീക്ഷകളൊന്നും അർജുൻ്റെ ജീവന് വേണ്ടി ഇല്ലെങ്കിലും അത് കുടുംബം ഏറെക്കുറെ അംഗീകരിച്ചിട്ടുണ്ടെങ്കിലും ആ ചോദ്യത്തിൻ്റെ ഒരു ഉത്തരം കിട്ടുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുള്ള കാത്തിരിപ്പിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. 30 ദിവസമായി ഗംഗാവലിയുടെ പുഴയാഴങ്ങളിൽ മറഞ്ഞുപോയ പ്രിയപ്പെട്ടവന് വേണ്ടിയുള്ള തെരച്ചിലാണ് നടക്കുന്നത്. പുഴയാഴങ്ങളിൽ മറഞ്ഞുപോയ അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ നടക്കുമ്പോൾ ആ തെരച്ചിൽ ഒരുപാട് സംവിധാനങ്ങൾ, തുടക്കത്തിൽ പരാധീനതകളും പരിഭവങ്ങളും പരിമിതികളും ഒക്കെ ഉണ്ടായിരുന്നിട്ടും അതിനെയൊക്കെ മറികടന്ന് ഏറ്റവും നിർണായകമായ ഘട്ടത്തിലേക്ക് എത്തുന്നു. ഒരുപക്ഷെ ഈ അവസരത്തിലല്ലെങ്കിൽ മറ്റൊരവസരത്തിൽ ഇനി അത് സാധ്യമാകുമോ എന്നൊരു വലിയ ചോദ്യം പോലുമുണ്ട്. ഇപ്പോൾ ഏകദേശം 10 മിനിറ്റോളം എടുക്കുന്നു അല്ലേ ഈശ്വർ മാൽപ്പെ വെള്ളത്തിനടിയിൽ മുങ്ങാങ്കുഴി ഇട്ടിട്ട് 7 മിനിറ്റോളം കഴിയുന്നു. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗംഗാവലി പുഴയിൽ തീരത്ത് നിന്നും ഏകദേശം 50 അടിയോളം അകലെ 40 അടിയോളം താഴ്ചയിലാണ് ഈശ്വർ മാൽപ്പെ ആ ലൊക്കേഷൻ മാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് 10:06 മുങ്ങിയത്. 10:06 മുങ്ങാങ്കുഴി ഇട്ടു. ഏകദേശം 4 മിനിറ്റ് പിന്നിട്ടിരിക്കുന്നു. ഇപ്പോൾ ഈശ്വർ മാൽപ്പെ വെള്ളത്തിനടിയിലേക്ക് പോയതിനു ശേഷം ജാക്കി കണ്ടെത്തിയ സ്ഥലത്ത്, അവിടെ ലോറിയുള്ള സ്ഥലത്താണ് ഇപ്പോൾ എന്ന് സംശയിക്കുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഈശ്വർ മാൽപ്പയുടെ തെരച്ചിൽ നടക്കുന്നത്. അവിടെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു അണ്ടർ വാട്ടർ ടോർച്ചുണ്ട്. ഏകദേശം 20 മിനിറ്റോളം ശ്വസിക്കാൻ കഴിയുന്ന സിലിണ്ടറും അദ്ദേഹത്തിൻ്റെ ഒപ്പമുണ്ട്. ഇത്തരം കടലാഴങ്ങളിലും പുഴയാഴങ്ങളിലും കായലാഴങ്ങളിലും പോകാൻ കഴിയുന്ന ഒരു വിദഗ്ധനാണ് ഈശ്വർ മാൽപ്പെ. 100 അടി 200 അടി താഴ്ചയിലൊക്കെ പോയി ശരീരങ്ങൾ വീണ്ടെടുത്ത് കൊണ്ടുവന്നിട്ടിരിക്കുന്ന ഈശ്വർ മാൽപ്പെ ജലമനുഷ്യൻ എന്നാണ് അറിയപ്പെടുന്നത്, അക്വാമാൻ എന്നാണ് അറിയപ്പെടുന്നത്. ഈശ്വർ മാൽപ്പയുടെ തിരച്ചിലിലാണ് ഇന്നലെ ഏറ്റവും നിർണായകമായ ക്ലൂ ആയ ജാക്കി കണ്ടെത്തിയത്. അവിടെ ആ പ്രതലത്തിൽ ഡീസലിൻ്റെ സാന്നിധ്യമുണ്ട് എന്ന് സംശയിക്കുന്നതായും നമ്മളോട് ഈശ്വർ മാൽപ്പെ പറഞ്ഞു. കൃത്യമായും ആ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. ഇപ്പോൾ 6 മിനിറ്റ് പിന്നിടുന്നു. ഈശ്വർ മാൽപ്പെ ഗംഗാവലി പുഴയാഴങ്ങളിലേക്ക് മുങ്ങിയിട്ട് അല്പസമയത്തിനുള്ളിൽ ഇനി മുങ്ങി നിവരുമ്പോൾ ഈ ലോറിയുടെ സാന്നിധ്യമുണ്ട് എന്ന ഒരു വിവരമാണോ നമുക്ക് ലഭിക്കുക? അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. ഏറ്റവും ഉദ്വേഗജനകമായ നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. തീർച്ചയായും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലോകമെമ്പാടുമുള്ള മലയാളികൾ ഇങ്ങനെ ഒരു മനുഷ്യന് വേണ്ടി, ഒരു കുടുംബത്തിലെ അംഗമായി അർജുനനെ സ്വീകരിക്കുന്ന രീതിയിൽ കാത്തിരുന്നിട്ടുണ്ടാവില്ല. മാൽപ്പെ മുങ്ങിയിട്ടിപ്പോൾ 6 മിനിറ്റ് പിന്നിടുന്നു. ഈ ലൊക്കേഷൻ്റെ കൃത്യമായ അടയാളം കാണുന്ന ഇടത്ത് ഗംഗാവലി പുഴയുടെ അടിയിൽ ഏകദേശം 40 അടിയോളം താഴെയുണ്ട് അദ്ദേഹം. കുമിളകൾ വരുന്നത് പ്രേക്ഷകർക്ക് കാണാം. അത് ഈശ്വർ മാൽപ്പെ ഡൈവ് ചെയ്യുമ്പോൾ ആ ഡൈവ് ചെയ്യുന്ന ഇടത്തു നിന്നും പുറത്തേക്ക് വരുന്ന കുമിളകളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. അതിനടിയിൽ ഇപ്പോൾ പരതുകയാണ് അർജുൻ ഓടിച്ചിരുന്ന ഭാരത് ബെൻസ് ലോറി. ഇപ്പോൾ അർജുൻ കല്യാട് കൂടി നമുക്കൊപ്പം ചേരുന്നു. അർജുൻ കല്യാട്, ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ ഞാൻ പറയുകയായിരുന്നു. ലോകമെമ്പാടുമുള്ള മലയാളികൾ ഇങ്ങനെ ഒരു മനുഷ്യന് വേണ്ടി ഇത്രയും കാലം കാത്തിരുന്നിട്ടുണ്ടാവില്ല. ഇത്രയും കൂടുതൽ സമയം സ്ക്രീനുകളിലേക്ക് കണ്ണും നട്ടും ഇരുന്നിട്ടുണ്ടാവില്ല. എല്ലാവരും കാത്തിരിക്കുന്നത് ആ കുടുംബത്തിനൊരു ഉത്തരം കിട്ടുന്ന ചോദ്യവുമായി ഈശ്വർ മാൽപ്പെ ഉയരണമേ എന്നാണ്. ഇപ്പോൾ സമയം നോക്കൂ, ഏകദേശം 8 മിനിറ്റിലേക്ക് എടുക്കുന്നു. 7 മിനിറ്റ് പിന്നിട്ടിരിക്കുന്നു. 10:06
ഈശ്വർ മാൽപ്പെ ഗംഗാവലി പുഴയിലേക്ക് മുങ്ങിയിരിക്കുന്നത്. അഭിലാഷ്, നമുക്ക് പുറത്തിപ്പോൾ കാണാൻ കഴിയുന്നത്, ക്ലോസ് ഷോട്ടിൽ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് ഗംഗാവലി പുഴയിലെ ഓക്സിജൻ കുമിളകൾ പുറത്തേക്ക് വരുന്നതാണ്. ഉള്ളിൽ ശ്വാസമെടുത്ത് ഈശ്വർ മാൽപ്പെ നടത്തുന്ന തെരച്ചിൽ ഇപ്പോൾ 8ാമത്തെ മിനിറ്റിലേക്ക് കടക്കുകയാണ് അല്ലേ അഭിലാഷ്? തീർച്ചയായിട്ടും 10:05 ഈശ്വർ മാൽപ്പെ വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്നത്. 8 മിനിറ്റ് ഇപ്പോൾ ഏതാണ്ട് പൂർത്തിയാകുന്നു. ഇപ്പോൾ പുഴയുടെ ഭാഗത്തുനിന്ന് തീരത്തുനിന്ന് ഏതാണ്ട് ഒരു 10 മീറ്റർ അകലെയായിട്ടാണ് ഇപ്പോൾ തിരച്ചിൽ നടക്കുന്നത്. അതായത് ഇന്നലെ ഹൈഡ്രോളിക് ജാക്കി കണ്ടെത്തിയ ആ മേഖലയിലേക്കാണ് ഇപ്പോൾ തിരച്ചിലുമായി അദ്ദേഹം മുന്നേറുന്നത് എന്ന് വേണം കരുതാൻ. കാരണം ഇപ്പോൾ ഇറങ്ങിയ ഭാഗത്തുനിന്ന് അദ്ദേഹം മുകൾ ഭാഗത്തേക്ക്, പുഴയുടെ മുകൾ ഭാഗത്തേക്ക് ഇന്നലെ ഹൈഡ്രോളിക് ജാക്കി കണ്ടെത്തിയ ആ ഭാഗത്തേക്കാണ് തിരച്ചിൽ നടത്തുന്നത്. നേരത്തെ തന്നെ അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു, ഹൈഡ്രോളിക് ജാക്കി കണ്ടെത്തിയത് ഒരു സൂചനയാണ്, ആ സൂചനകൾ കേന്ദ്രീകരിച്ച് തന്നെയുള്ള ഒരു പരിശോധന, തെരച്ചിൽ തന്നെയായിരിക്കും നടത്തുക എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്.